ബില്ലിന്റെ അവതരണ അനുമതിയിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുകയാണ്. പാർലമെന്റിൽ തുടക്കത്തിൽ തന്നെ ഈ ബിൽ ചർച്ചയ്ക്ക് എടുക്കണമോ എന്ന നിലയിൽ ചർച്ച ആരംഭിക്കുമ്പോൾ തന്നെ വലിയ വാദപ്രതിവാദങ്ങളാണ് ഇരുഭാഗത്തു നിന്നും ഉണ്ടായത്. മന്ത്രി കിരൺ റിജിജു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ്, NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയവരൊക്കെ സംസാരിക്കേണ്ടായി. പാർലമെന്റിൽ നടപടികൾ മുന്നോട്ട് പോകുന്നു. വിഷ്ണു പ്രസാദിലേക്ക്. വിഷ്ണു, എന്താണ് നടപടികൾ? ചർച്ച विधेयक को पुरस्तावित करने की अनुमति प्रदान की जाए। जो सदस्य അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണു, जो सदस्य विरोध में ना गए, വിഷ്ണു, അനുമതിയായോ? വോട്ടെടുപ്പ് പൂർത്തിയായോ? मेरे विचार में निर्णय നടക്കുകയാണ്. വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കാൻ എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസി സ്വീകരിച്ചിട്ടുള്ളത്. ഈ ബില്ല് ചർച്ചയ്ക്ക് പരിഗണിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന്റെ ഫലപ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ നിന്ന് സ്പീക്കർ അതിൽ എത്ര പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നതിൽ ഇത് സംബന്ധിച്ച് ഈ ഭരണഘടനാ ബില്ലായതുകൊണ്ട് സവിശേഷതയൊന്നുമില്ല. കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ബില്ല് ചർച്ചയ്ക്ക് എടുക്കാം. പക്ഷെ ബില്ല് ചർച്ചയ്ക്ക് എടുത്ത് ബില്ല് പാസ്സാകാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ സ്ട്രെങ്ത്തിന്റെ 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. എന്തായാലും ബില്ല് ചർച്ചയ്ക്ക് എടുക്കുമെന്നത് തീർച്ചയാണ്. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബില്ല് ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ കക്ഷിനില അനുസരിച്ച് NDA സപ്പോർട്ട് ചെയ്യുന്ന, BJPയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പാർട്ടികളും ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കണമെന്ന നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ബില്ല് സ്വാഭാവികമായും 207 പേർ ചർച്ചയ്ക്ക് എടുക്കാമെന്ന് പറയുന്നു. 126 ആണ്. എന്തായാലും ചർച്ചയ്ക്ക് എടുക്കാൻ അത് വോട്ടെടുപ്പ് വേണമെന്ന അസദുദ്ദീൻ ഒവൈസിയുടെ ആവശ്യമായിരുന്നു. വോട്ടെടുപ്പ് നടന്നു. അതിലിപ്പോൾ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. 207 പേർ യെസ് പറയുമ്പോൾ 126 പേരാണ് നോ മാർക്ക് ചെയ്യുന്നത്. 333 പേരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. വിഷു, അതായത് ചർച്ചയ്ക്ക് എടുക്കാൻ കളമൊരുങ്ങുന്നു. പക്ഷേ നീണ്ട ചർച്ചകളല്ലേ, മണിക്കൂറുകൾ നീണ്ട ചർച്ചകളുണ്ടാവും. പ്രധാനമന്ത്രി സംസാരിക്കും. എങ്ങനെയാകും ഇനി അടുത്ത നടപടികൾ? ഇതിൽ സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഏതെങ്കിലും ബില്ല് സംബന്ധിച്ച വോട്ടെടുപ്പ് നടക്കുമ്പോൾ ചില അംഗങ്ങളെങ്കിലും വിട്ടു നിൽക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ആരും വിട്ടു നിന്നിട്ടില്ല എന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം വ്യക്തമായ നിലപാട് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഈ ബില്ലിനെ സംബന്ധിച്ചുണ്ട്, ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചുണ്ട് എന്നത് തന്നെയാണ്. 126 പേരാണ് ബിൽ ചർച്ചയ്ക്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ 207 വോട്ടുകൾ ഇപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ടും വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് അനുസരിച്ച് തീർച്ചയായും ബിൽ ചർച്ചയ്ക്കെടുക്കും. പക്ഷേ ഇനിയുമുണ്ട്, അംഗങ്ങൾ എത്താനുണ്ട് സഭയിലേക്ക്. ആ അംഗങ്ങൾ കൂടി എത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പിന്റെ സമയത്തേക്ക് ആ അംഗങ്ങളുടെ വോട്ടുകൾ കൂടി പരിഗണിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. എന്തായാലും ഇന്നത്തെ ദിവസം ചർച്ച തന്നെ ആയിരിക്കും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും. നമുക്ക് ചർച്ച തുടരുന്ന മുറയ്ക്ക് തിരിച്ച് ഈ വാർത്തയിലേക്ക് എത്തുകയും ചെയ്യാം. എന്തായാലും 207 പേർ ചർച്ച വേണം എന്ന് ആവശ്യപ്പെടുന്നു. 126 പേർ മാത്രമാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. സ്വാഭാവികം ചർച്ചയിലേക്ക് കടക്കും. പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. വലിയ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിനുള്ള സംശയങ്ങൾ ഉയർത്തും. അതിനുള്ള കേന്ദ്രത്തിന്റെ മറുപടികളൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്.